Web programming using PHP. PHP fourth module part 5. Advanced PHP functions. Headers, cookies, sessions. Header നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു location, refresh, content type, content disposition, cache control, expires. അതേപോലെ തന്നെ സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് രണ്ട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണാം. ഓക്കെ. Cookies. A cookie is often used to identify an user. ഒരു യൂസറെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കൂക്കീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ചെറിയൊരു ഫോൾഡറിൽ കൂക്കി എന്ന ഫോൾഡർ കണ്ടിട്ടുണ്ടാകും ഹിഡൻ ചെയ്ത ഫയൽസ് ആണ്. എ കൂക്കി ഈസ് എ സ്മോൾ ഫയൽ ദാറ്റ് ദ സെർവർ എംബഡ്സ് ഓൺ യൂസേഴ്സ് കമ്പ്യൂട്ടർ. അതാ ലോക്കൽ മെഷീനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. യൂസർ കമ്പ്യൂട്ടറിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് യൂസർ ഇൻഫർമേഷൻ അവിടെ തന്നെ സേവ് ചെയ്ത് വെക്കും. ഓക്കെ. ഈച്ച് ടൈം ദ സെയിം കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ദ പേജ് വിത്ത് എ ബ്രൗസർ. ഓരോ സമയത്തും ഡാറ്റ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ക്യാഷിൽ. ആ കുക്കീസിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അവിടുന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈച്ച് ടൈം ദ സെയിം കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ദ പേജ് വിത്ത് ദ ബ്രൗസർ. ആ ബ്രൗസർ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിൽ റിക്വസ്റ്റ് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ഇസെറ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് എ കുക്കി ഹാസ് സെറ്റ് ഓർ നോട്ട് സെറ്റ്. ഒരു വെബ് ബ്രൗസറിൽ ആ ബ്രൗസറിൽ കുക്കി സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഫംഗ്ഷനാണ് ഈ സെറ്റ്. ഈസ് സെറ്റ് അതാണ് ഒന്നിച്ച് നമ്മൾ ഒരു ഒറ്റ ഫംഗ്ഷൻ ആക്കിയിരുന്നത്. ഈ സെറ്റ് ഈസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അറിയേണ്ട ഒരു ഫംഗ്ഷനാണ് ഈ സെറ്റ് എന്ന ഫംഗ്ഷൻ. ഇപ്പൊ സാധാരണ നമ്മുടെ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കാറുണ്ട് ഇത് ഈ ലോക്കൽ മെഷീൻ സേവ് ചെയ്ത് വെക്കണമെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. കണ്ടിട്ടുണ്ടാവും ബ്രൗസറിൽ. നമ്മളത് ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പേജ് ലോഗിൻ പേജ് ഓപ്പൺ ആക്കുമ്പോൾ യൂസർ നെയിം ഫില്ല് ചെയ്ത് വരും, പാസ്വേഡും ഫില്ല് ചെയ്ത് വരും. ജസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ലോക്കൽ മെഷീനാണ് സേവ് ചെയ്ത് വെക്കുക. ഇതേ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ സെർവറിന്റെ മെഷീനാണ് അല്ലെ. എവിടെയായിരുന്നു? സെഷൻ സെർവറിലാണ് സ്റ്റോർ ചെയ്തത്. രണ്ടും യൂസർ ഇൻഫർമേഷൻ തന്നെ. ഓക്കെ. സെഷൻ എസ് സ്റ്റാർട്ട് ചെയ്യാം, ദെൻ സെർവർ. സെഷൻ സ്റ്റോർ ചെയ്യുന്നത് സെർവർ മെഷീനിൽ, അതുപോലെ കൂക്കി സ്റ്റോർ ചെയ്യുന്നത് ക്ലയന്റ് മെഷീൻ, യൂസേഴ്സ് കമ്പ്യൂട്ടർ അത് ക്ലയന്റ് മെഷീനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഒരു വ്യത്യാസം മാത്രം. രണ്ടും സി ആണ്. സി ഫോർ ക്ലയന്റ്, എക്സ് ഫോർ സെർവർ. ഓർത്ത് വെച്ചാൽ മതി, മാറിപ്പോലെ. കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദെൻ എ കൂക്കി ഈസ് ക്രിയേറ്റഡ് വിത്ത് ദ സെറ്റ് കൂക്കി ഫംഗ്ഷൻ. സെഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? സെഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെ സെറ്റ് കൂക്കി എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കൂക്കി സെറ്റ് ചെയ്യുക. ടു മോഡിഫൈ എ കൂക്കി ജസ്റ്റ് സെറ്റ് അഗെയിൻ. സെഷന്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓവർ റൈറ്റ് ഇല്ല, രണ്ടാമത് ഒന്നുകൂടെ സെറ്റ് ചെയ്യുക. അതിന്റെ ഓവർ റൈറ്റ് തന്നെ കൺസെപ്റ്റ് വരുന്നത്. കാരണം ആ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്തിരിക്കും, മോഡിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുക? അത് മോഡിഫൈ വരും. സെറ്റ് അഗെയിൻ ദ കൂക്കി. ദെൻ ടു ഡിലീറ്റ് എ കൂക്കി യൂസ് the set cookie function with expiration date in the past. കഴിഞ്ഞു പോയ ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ കൂക്കി എന്ത് ചെയ്യും? എക്സ്പയർ ആയി പോകും, ഡിലീറ്റ് ആയി പോകും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, പാസ്റ്റ് ഡേറ്റ് കൊടുത്താൽ മതി. എക്സ്പയറി ഡേറ്റിൽ പാസ്റ്റ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ കൂക്കി ഡിസ്ട്രോയ് ചെയ്യും പോകും. ഇപ്പൊ കൂക്കി എന്ന് പറഞ്ഞാൽ സെറ്റ് കൂക്കിന്റെ ഫംഗ്ഷനകത്ത് സിന്റാക്സ് നോക്കുക. സെറ്റ് കൂക്കി നെയിം, വാല്യൂ, എക്സ്പയർ, പാത്ത്, ഡൊമൈൻ, സെക്യൂർ. ഇത്രയും ആട്രിബ്യൂട്ട്സ് ഇതിലുണ്ട് സെറ്റ് കൂക്കിയിൽ. ഓക്കെ. ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം നമുക്ക് നോക്കണം, കാരണം ഒന്നൊന്ന് മിസ്സാകാൻ പാടില്ല. നോക്കാം. ഓൺലി ദ നെയിം പാരാമീറ്റർ ഈസ് റിക്വയർഡ്. നെയിം പാരാമീറ്റർ ആണ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടത്, ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് നെയിം തന്നെയാണ്. കൂക്കി, സെറ്റ് കൂക്കി, ആ കൂക്കിയുടെ നെയിം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ, നെയിം. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അത് കൊടുക്കുന്നതിനും ഒരു പാത്ത് ഉണ്ട്, അത് നോക്കാം. നെയിം, ദ നെയിം ഓഫ് ദ കൂക്കി, ഫസ്റ്റ് പറഞ്ഞ കേസ്. രണ്ടാമത്തെ നോക്കിയ വാല്യൂ, the value of the cookie, this value stored in the client computer. ഇവിടെയാണ് ആ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക, ക്ലയന്റ് മെഷീൻ സ്റ്റോർ ചെയ്യുക. സപ്പോസ് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ചോദിക്കും, യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ. അപ്പൊ രണ്ട് കൺസെപ്റ്റ് വരെ ഇവിടെ. ആ കൂക്കിയാണ് യൂസർ നെയിം എന്നുള്ള ഭാഗമാണ് ഇവിടെ വരിക, യൂസർ നെയിം. ആ യൂസർ നെയിം എന്തായിരിക്കും, നമ്മൾ ടൈപ്പ് ചെയ്ത കണ്ടന്റ് എന്തായിരിക്കും, അതാണ് ഇവിടെ വരിക. മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പാസ്വേഡ് എന്നുള്ള കണ്ടന്റ് ഇവിടെ വരും. ഇവിടെ വരും പാസ്വേഡിലെ കണ്ടന്റ് ആയിരിക്കും ഇവിടെ വരിക. പാസ്വേഡ് എന്താണ് പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, അതാണ് ഇവിടെ വരിക. ഈ വാല്യൂ എന്നുള്ള ലൊക്കേഷൻ. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ സോ ഡസന്റ് സ്റ്റോർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒന്നും നമ്മൾ സ്റ്റോർ ചെയ്തായിരിക്കുക. കാരണം പാസ്വേഡ് യൂസർ നെയിം ഒക്കെ നമ്മുടെ ബ്രൗസറിൽ ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കുക. ബ്രൗസറിൽ എല്ലാ ബ്രൗസറിലും സേവ്ഡ് പാസ്വേഡ്സ് ഉണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പാസ്വേഡ് അത് ടൈപ്പ് ചെയ്ത എല്ലാ പാസ്വേഡും ഇങ്ങനെ ടിക്ക് കൊടുത്ത് ഓൺ ആക്കിയിട്ട് എല്ലാ പാസ്വേഡും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ കഴിയും. ഓക്കെ. ദെൻ എക്സ്പയർ, തേർഡ് വൺ എക്സ്പയർ. ദ ടൈം ദ കൂക്കി എക്സ്പയർ. ഈ സെറ്റ് ചെയ്ത കൂക്കി എന്ന് എക്സ്പയർ ആവും, അതാണ് ആ ഡേറ്റിനോട് കൊടുക്കുക. ഒരു ഡേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ടൈം അല്ലെങ്കിൽ ഡേറ്റ്. ഓക്കെ. പാത്ത്, നെക്സ്റ്റ് വൺ പാത്ത്.
the path on the server in which the cookie will be available on. ഏത് സെർവർ മെഷീനിലാണ് ഈ ഒരു പാത്ത് ഉള്ളത്, ഈ ഒരു കുക്കി ഉള്ളത്, അത് മനസ്സിലാക്കുക. കാരണം ഇവിടെ നമ്മൾ ലോക്കൽ മെഷീൻ ഇപ്പൊ സെർവർ ഗൂഗിളിന്റെ ഒരു ജിമെയിൽ ഓപ്പൺ ആക്കണം. ഇപ്പൊ ജിമെയിൽ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് സെറ്റ് ചെയ്തു, കുക്കി സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ലോക്കൽ മെഷീനിൽ അത് സേവ് ചെയ്ത് വെക്കും. പക്ഷെ ഇത് ഏത് സെർവറിന്റെയാണ്? എല്ലാ യാഹൂ സെർവർ ഉണ്ട്, ഗൂഗിൾ സെർവർ ഉണ്ട്, ഒപ്പാജർ സെർവർ ഉണ്ട്, അതുപോലെ സൺ സോളാരിസ് സെർവർ ഉണ്ട്, ഓരോന്നും ഓരോ സെർവേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഗൂഗിളിന്റെ സെർവറാണ്. ആ സെർവർ നെയിം ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏത് സെർവറിൽ നിന്നാണ് ഡാറ്റ കിട്ടുന്നത്, ആ സെർവർ നെയിം ഇവിടെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിലോട്ടുള്ള ഒരു പാത്ത് അഡ്രസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ഡൊമൈൻ. ഡൊമൈൻ മീൻസ് ദ ഡൊമൈൻ നെയിം ഫോർ വിച്ച് കുക്കി ഈസ് അവൈലബിൾ. ഏത് ഡൊമൈൻ അണ്ടറിലാണ്, അതായത് നമ്മുടെ അപ്പർ ഡൊമൈൻ, ലോവർ ഡൊമൈൻ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ ഏത് ഡൊമൈൻ അണ്ടറിലാണ് കുക്കി ഉള്ളത് അതുകൂടെ മെൻഷൻ ചെയ്യാം. കാരണം നമ്മളിവിടെ ലോക്കൽ മെഷീനിൽ യൂസർ നെയിം പാസ്വേഡ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ഡാറ്റാബേസിൽ പോയി സെർവർ പോയി ചെക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഒക്കെ പാത്ത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ, സെക്യൂർ. ദ കുക്കി ഷുഡ് ഓൺലി ബി ട്രാൻസ്ഫർ ഓവർ ദ സെക്യൂർഡ് HTTP കണക്ഷൻ. എങ്ങനെ യൂസ് ചെയ്യാം? HTTPS കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുക. HTTPS അത് റിപ്ലൈ ഈ സെക്യൂറിന്റെ അവിടെ 1 സെറ്റ് ചെയ്ത് കൊടുത്താൽ HTTPS-ലാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. സെക്യൂർഡ് HTTP കണക്ഷൻ ആയിരിക്കും 1 ആണെങ്കിൽ. ഈ സെക്യൂർ എന്നുള്ള പോർഷനിൽ നമ്മൾ 0 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമൽ HTTP ഫയൽ ആയിട്ടാണ് കണ്ടന്റ് ആയിട്ടാണ് സെൻഡ് ചെയ്ത് പോവുക, സെക്യൂർഡ് അല്ല. ഓക്കെ, ഈ പ്രോഗ്രാം നോക്കാം. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് എൻ്റർ ചെയ്യുന്ന വാല്യൂ തന്നെ ആയിരിക്കണം. അപ്പൊ സെക്കൻഡ് നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല വിചാരിക്കുക, അപ്പൊ ഇവിടെ ബ്ലാങ്ക് ഇട്ടിട്ട് കോമ കൊടുക്കുക. ദെൻ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെയും ഒരു ബ്ലാങ്ക് ഇട്ടിട്ട് കോമ കൊടുക്കുക. എന്നിട്ട് പാത്ത് കൊടുക്കുക. സപ്പോസ് നമുക്ക് ഡൊമൈനും അതുപോലെ എക്സ്പയറി ഡേറ്റ് മാത്രം എൻ്റർ ചെയ്യണം വിചാരിക്കാം. നെയിം കമ്പൽസറി ആണല്ലോ. എക്സ്പയറി അതുപോലെ ഡൊമൈനും മാത്രം എൻ്റർ ചെയ്യണമെങ്കിൽ നെയിം ഇവിടെ കൊടുക്കും, നെയിം കോമ, ഒരു ബ്ലാങ്ക് ഇട്ടതിന് ശേഷം അടുത്ത കോമ ഇടും, നെക്സ്റ്റ് എക്സ്പയറി ടൈം കൊടുക്കും, എന്നിട്ട് കോമ ഇടും, അതിനുശേഷം ഒരു ബ്ലാങ്ക് ഇട്ടതിന് ശേഷം പിന്നെ ഒരു കോമ കൊടുക്കും, എന്നിട്ട് ഡൊമൈൻ കൊടുക്കും, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ ആ ഓർഡറിൽ തന്നെ ഇത് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ കീപ്പ് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാം കൂടെ നോക്കാം. കുക്കി. ഓക്കെ, സെറ്റ് കുക്കി ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനും പോകുന്നുണ്ട്. സെറ്റ് കുക്കി യൂസർ എന്ന് പറഞ്ഞാണ് ആ കുക്കിയുടെ നെയിം. ദെൻ രാഹുൽ ദ്രാവിഡ് എന്നാണ് ആ കുക്കിയുടെ നെയിം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടൈപ്പ് യൂസർ നെയിം, യൂസർ വാല്യൂ, യൂസർ എന്നുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, രാഹുൽ ദ്രാവിഡ് കൊടുത്തിട്ടുള്ളത്. ടൈം കറന്റ് ടൈം പ്ലസ് 3600. അപ്പൊ അത്രയും സെക്കൻഡ്സ് കൂടെ അതിനെ ആഡ് ചെയ്യും. ഓക്കെ, ദെൻ റൂട്ട് ഫോൾഡർ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള പാത്ത്, റൂട്ട് ഫോൾഡർ ആണ് നമ്മൾ സെർവർ സെറ്റ് ചെയ്തത്. ദെൻ ഡൊമൈൻ നെയിം ഒന്നും കൊടുത്തിട്ടില്ല. 0 കൊടുത്ത എന്താണ്? നോട്ട് സെക്യൂർഡ്. HTTP മാത്രമേ ഉണ്ടാവുള്ളൂ, HTTPS ഉണ്ടാവില്ല. S ആണെങ്കിൽ 1 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സെറ്റ് കുക്കി സെറ്റ് ചെയ്തു. വേറൊരു കുക്കി നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ നോക്കി, ഏജ് കുക്കി 42 എന്നാണ് ആ കുക്കിയുടെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ യൂസർ നെയിം ഇവിടെ ഏജ്. ഓക്കെ, നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കില്ല, അതേപോലെ ഏജ് 42. ടൈം സെയിം ടൈം കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസർ, അതുപോലെ റൂട്ട്, ദെൻ ഡൊമൈൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുപോലെ HTTP വെച്ച് റീഡ് ചെയ്യാം. ദെൻ ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു ഫസ്റ്റ്. ഓക്കെ, പ്രിന്റ് ആർ കുക്കി. കുക്കി എങ്ങനെ ഒരു റോ വൈസിൽ പ്രിന്റ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ റൺ ചെയ്യാം? ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം, അല്ലെ? ഏത് ഫോൾഡർ ആണ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അഡ്വാൻസ്ഡ് PHP ഫംഗ്ഷൻ കുക്കീസ്, കുക്കി 1 സെറ്റ് ഡിസ്പ്ലേ ഡോട്ട് PHP ആണോ? കുക്കി വുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി PHP സെഷൻ ID, ഇത് ഒരു ID ക്രിയേറ്റ് ചെയ്തത്, ആ ഡിസ്പ്ലേ ചെയ്ത സെഷൻ ID. അപ്പൊ നമുക്കത് അറിയില്ലല്ലോ, നമ്മുടെ ഒരു ID വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ സേവ് ചെയ്ത കണ്ടന്റ് ആണ് ഡിസ്പ്ലേ ചെയ്ത് വന്നത് ഈ ഒരു കുക്കി വെച്ചിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചു നോക്കാം. നോർമൽ നമ്മൾ എക്കോ നോക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എങ്ങനെ? എക്കോ കുക്കി യൂസർ, ആ യൂസർ നെയിം വെച്ചിട്ട് റീഡ് ചെയ്യാം. അപ്പൊ മുമ്പ് സെഷനിൽ പറഞ്ഞ അതേപോലെ തന്നെ $_ കുക്കി ഗെറ്റും പോസ്റ്റും വെച്ച് നമ്മൾ റീഡ് ചെയ്യാറില്ലേ? $_ പോസ്റ്റ് $_ ഗെറ്റ്, അതേ സിമ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ആ ഒരു വേരിയബിൾ വെച്ചിട്ട് റീഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇതാണ് വാല്യൂ. ഇത് യൂസർ എന്നുള്ള നെയിമാണ്, ഏജ് എന്ന് പറയുന്നത് നെയിമാണ് ഇവിടെ. പക്ഷെ ഈ ഒരു കണ്ടന്റ് രാഹുൽ എന്ന് ദ്രാവിഡ്, ഇതാണ് വാല്യൂ. അതുപോലെ ഇവിടെയും ഇതാണ് വാല്യൂ. ഈ വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. നമുക്ക് ഈ കുറെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഇത് നമുക്ക് കമന്റ് ചെയ്യാം ഈ ഒരു കണ്ടന്റ്. ഓക്കെ, സേവ് ചെയ്യാം, റൺ ചെയ്യാം. കുക്കി 1 സെറ്റ് ഡിസ്പ്ലേ കണ്ടോ? കുക്കി വുഡ് സെറ്റ് രാഹുൽ ദ്രാവിഡ്, ഇതാണ് ഫസ്റ്റത്തെ യൂസർ എന്ന് പറഞ്ഞത്. ഏജ് എന്ന് പറഞ്ഞാൽ 42 കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നു കണ്ടോ? യൂസർ, ഏജ്, ഇത് രണ്ടും അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു. സെഷൻ കൊടുത്ത് അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. സെഷനുള്ള കണ്ടന്റ് സെർവറിന് എടുത്തിട്ടാണ് സേവ് ചെയ്യുന്നത്. കുക്കി എന്ന് പറയുന്നത് ഇവിടുന്നാണ് ലോക്കൽ മെഷീൻ, ക്ലയന്റ് മെഷീനിലെ കണ്ടന്റ് ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. വേറൊരു വ്യത്യാസമില്ല. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന ഈ ഒരു ആട്രിബ്യൂട്ടുകളും ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നോക്കിയേ, കുക്കി സെറ്റ് ഓർ നെറ്റ്.
കുക്കി സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കണ്ടന്റ് ആണ് ഈ പറഞ്ഞിരുന്നത്. ഈ പ്രോഗ്രാം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ നോക്കാം. ഓക്കെ, ഇഫ് കൗണ്ട് കുക്കി ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കുക്കി ഉണ്ടെങ്കിൽ, ഒരു കുക്കി ഉണ്ടെങ്കിൽ അത് 1 ആയിരിക്കും, 2 കുക്കി ഉണ്ടെങ്കിൽ 2 ആയിരിക്കും, 3, 4 അങ്ങനെ എത്ര കുക്കീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുക്കീസ് ആർ എനേബിൾഡ്, ഈ വെബ്സൈറ്റിൽ കുക്കി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി കുക്കി അതല്ലെങ്കിലോ എൽസ് പാർട്ടിൽ വർക്ക് ചെയ്യും, കുക്കീസ് ആർ ഡിസേബിൾഡ്, കുക്കീസ് ഇല്ല നമുക്ക് മനസ്സിലാക്കാം. ഇത് ആദ്യം ഫസ്റ്റ് ഇത് റൺ ചെയ്യും, എന്നിട്ട് കമന്റ് ചെയ്ത ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. ഈ ഒരു പേജിൽ നമ്മൾ കുക്കി സെറ്റ് ചെയ്തിട്ടുണ്ടോ? എത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്? 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ കുക്കി സെറ്റ് ചെയ്ത് കണ്ടിട്ട് നമ്മൾ വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുക, അത് കുക്കി സെറ്റ് ചെയ്ത് ഒഴിവായി പോകുള്ളൂ. അപ്പൊ നമുക്ക് ആ വെബ് ബ്രൗസറിൽ ഈ ഇപ്പൊ കണ്ടന്റ് റൺ ചെയ്ത കണ്ടന്റ് നമുക്ക് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം. ഓൾറെഡി എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നതായിരുന്നു, ഏജ് എന്ന് പറഞ്ഞു 2 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇത് റൺ ചെയ്ത് നോക്കാം. കുക്കി ടു സെറ്റ് ഓർ നോട്ട് സെറ്റ് ഉണ്ടോ? കുക്കീസ് ആർ എനേബിൾഡ് എന്ന് പ്രിന്റ് ചെയ്ത് വന്നു. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 2 ആണെങ്കിൽ അതെന്ത് ചെയ്യും? കുക്കീസ് ആർ എനേബിൾഡ് വരും. ഓൾറെഡി ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നല്ലേ? അപ്പൊ കുക്കീസ് എന്നുള്ള ഈ ഒരു വേരിയബിൾ $_കുക്കി എത്ര ഉണ്ടായിരുന്നു? 2 ടൈം കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയേ? ഇതെന്നോ, ഇതൊന്ന്, ഇത് താഴെ 2 തവണ നമ്മൾ കുക്കി സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാ സെറ്റ് കുക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 2 ടൈമിൽ ഒരു കുക്കി അവൈലബിൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് എനേബിൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് തന്നത്. ഇനി ഈ ഒരു ഓപ്ഷൻ നോക്കിയേ, ഇവിടെ if ഇസെറ്റ്, നമ്മൾ ഇസെറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇസെറ്റ് കുക്കി യൂസർ, ആ യൂസറിന്റെ കണ്ടന്റ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചു നോക്കാം. വെൽക്കം ദിസ് മച്ച്, ഓക്കെ, സോറി നോട്ട് റെക്കഗ്നൈസ്ഡ്, എൽസ് പാർട്ടിൽ വർക്ക് ചെയ്യുക. അപ്പൊ കുക്കി ഓൾറെഡി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതോടെ പ്രിന്റ് ചെയ്ത് കിട്ടും. നോക്കാം, ഉണ്ടോ? വെൽക്കം രാഹുൽ ദ്രാവിഡ് പ്രിന്റ് ചെയ്തു. അപ്പൊ ഓൾറെഡി അതിൽ കുക്കി ഉള്ളത് കൊണ്ടാണ് വന്നത്. അപ്പൊ കുക്കി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ പ്രിന്റ് ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഇല്ലെങ്കിൽ ഉണ്ടോ ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടെ പറയാം. ഇതുപോലെ ഗ്രേറ്റർ ദാൻ 0 കൊടുത്തു കഴിഞ്ഞാലും അത് 1 ഗ്രേറ്റർ ദാൻ 1 2 3 എത്രയാണെങ്കിലും കുക്കി സെറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അല്ലാത്ത കേസ് നമുക്ക് എന്ത് ചെയ്യാം? ആ യൂസർ നെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ക്ലിയർ? നെക്സ്റ്റ് മോഡിഫൈ ചെയ്യാം. സെറ്റ് കുക്കി ദിസ് മച്ച്, സെയിം ആ ഒരു കണ്ടന്റ് എവിടെയും കൊടുത്തിട്ടില്ല. കോഡിലൊന്നും ചേഞ്ച് വരുത്തില്ല കേട്ടോ, സെയിം കോഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓരോ പ്രോഗ്രാമും വേറെ കോഡിലാണെങ്കിൽ അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടും. നോക്കി ഇവിടെ നോക്കിയേ, കുക്കീസ് ആർ മോഡിഫൈഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു. എന്താ? ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. യൂസർ സച്ചിൻ ടെണ്ടുൽക്കർ, വേറെ ചേഞ്ചസും ഇല്ല. അതുപോലെ ഏജ് 46 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 വാല്യൂ മാത്രം, ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ. അപ്പോൾ ഇതൊരു മോഡിഫൈ ചെയ്തു. കറന്റ് വാല്യൂവിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യാ? രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം കണ്ടന്റ് തന്നെ സെയിം നെയിം ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേറെ ഒന്നും സെറ്റ് ചെയ്ത രൂപത്തിലാവില്ലേ? മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം നെയിം തന്നെ ആയിരിക്കണല്ലോ. ഈ യൂസർ എന്ന് പറഞ്ഞ നെയിമിനെ എന്ത് ചെയ്യാൻ? മോഡിഫൈ ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ ഏജിന് എന്ത് കൊടുത്തു? 46 എന്ന് കൊടുത്തു. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കുക്കി 3 മോഡിഫൈ ഡോട്ട് PHP കണ്ടോ? മോഡിഫൈഡ് സെറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ then 46. ക്ലിയർ അല്ലേ? അപ്പൊ മോഡിഫൈ ചെയ്തിട്ടാ വന്നത് അല്ലെ? ഓൾറെഡി സെറ്റ് ചെയ്ത സെയിം ഫയൽ നെയിം തന്നെയായിരുന്നു യൂസറും ഏജും, പക്ഷെ ഡാറ്റ മാറി വന്നു. മോഡിഫിക്കേഷൻ. ദെൻ ഡിലീറ്റ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക? എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. കണ്ടോ? ടൈം -60. ഇപ്പൊ ടൈം എന്ന് കൊടുത്താൽ കറന്റ് സിസ്റ്റം ടൈമാണ് എടുക്കുക. ഈ സിസ്റ്റം ടൈമിൽ നിന്നും ഒരു 60 സെക്കൻഡ് കുറക്കുക. കുറച്ച് കഴിഞ്ഞാൽ പഴയ ഡേറ്റ് എക്സ്പയറി ആയി ഓൾറെഡി. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു സെറ്റ് ചെയ്ത ഡാറ്റ പ്രിന്റ് ചെയ്ത് വരില്ല. യൂസർ എന്ന് പറഞ്ഞ ഡാറ്റയിൽ അതിലുള്ള കണ്ടന്റ് ഡിലീറ്റ് ആയി പോയിണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കുക്കി ഫോർ ഡിലീറ്റ്, കുക്കി യൂസർ ഡിലീറ്റഡ് ഉണ്ടോ? ഡിലീറ്റ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്ത് വന്നു. ഈ ഒരു കണ്ടന്റ് ഇവിടെ പ്രിന്റ് ഇവിടെ എന്ത് വരുന്നായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ എന്നും അതുപോലെ 46 എന്ന് വരണമായിരുന്നു. പക്ഷെ ആ ഡാറ്റ കിട്ടുന്നില്ല. പ്രിന്റ് ചെയ്യുന്നില്ല, ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല. കാരണം എന്താ? കുക്കി ഡിലീറ്റ് ചെയ്ത് പോയി, യൂസർ ഡിലീറ്റ് ചെയ്തു, ഏജും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ PHP അഡ്വാൻസ്ഡ് ഫംഗ്ഷനിൽ 3 ഫംഗ്ഷൻസ് ഉള്ളത്. ഹെഡേഴ്സ്, സെഷൻസ്, ദെൻ കുക്കീസ്. സെഷൻ സ്റ്റോർ ചെയ്യുന്നത് സെർവർ മെഷീനിലാണ്, കുക്കി സ്റ്റോർ ചെയ്യുന്നത് ക്ലയന്റ് മെഷീനിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.